ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 14. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പച്ചാമ്യന്നം ചതുർവിധം. വിവർത്തനം. സകല ജീവികളിലുമുള്ള ദഹനാഗ്നിയാണ് ഞാൻ. ഉൾക്കൊള്ളുന്നതും പുറത്തു തള്ളുന്നതുമായ പ്രാണവായുവിനോട് ചേർന്ന് ഞാൻ 4 വിധത്തിലുള്ള ആഹാരങ്ങളെയും ദഹിപ്പിക്കുന്നു. ഭാവാർത്ഥം: ആയുർവേദ ശാസ്ത്രപ്രകാരം ഭക്ഷിക്കുന്നതെന്തും ദഹിപ്പിച്ചു പോരുന്ന ഒരഗ്നി നമ്മുടെ ഉദരത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ആ അഗ്നി എരിയുന്നില്ലെങ്കിൽ വിശപ്പുണ്ടായിരിക്കുകയില്ല. ആ അഗ്നി എരിയുമ്പോൾ ദഹനേന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ വിശപ്പുണ്ടാവുകയുള്ളൂ. ഇത് വേണ്ടും വിധം പ്രവർത്തിക്കാതിരുന്നാൽ ചികിത്സ ആവശ്യമാണ്. എന്തായാലും പരമപുരുഷന്റെ പ്രതിനിധിയാണ് ഈ അഗ്നി. പരമപുരുഷൻ അഥവാ ബ്രഹ്മം ഉദരത്തിനുള്ളിൽ അഗ്നിരൂപിയായി എല്ലാത്തരം ഭക്ഷ്യങ്ങളെയും ദഹിപ്പിക്കുന്നുവെന്ന് ബൃഹദാരണ്യകോപനിഷത്തും 5:9 പറയുന്നുണ്ട്. അയം അഗ്നിർ വൈശ്വാനരോ യോയം അന്തഃ പുരുഷേ യേനേദം അന്നം പച്യതി. ആഹാര വസ്തുക്കളെയെല്ലാം ദഹിപ്പിക്കാൻ ഭഗവാൻ സഹായിക്കണമെന്നിരിക്കെ ഭക്ഷണ പ്രക്രിയയിൽ കൂടി ജീവാത്മാവിന് സ്വാതന്ത്ര്യമില്ല. ദഹന പ്രക്രിയയ്ക്ക് ഭഗവത് സഹായമില്ലെങ്കിൽ ഭക്ഷിക്കാനാവില്ല. അതുകൊണ്ട് പരമപുരുഷൻ തന്നെ ഭക്ഷ്യങ്ങളെ സൃഷ്ടിക്കുകയും അവയെ ദഹിപ്പിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ കരുണ കൊണ്ടാണ് നമുക്ക് ജീവിതം ആസ്വാദ്യമാകുന്നത്. ശബ്ദാദിഭ്യോന്ത പ്രതിഷ്ഠാനാച്ച എന്ന് വേദാന്ത സൂത്രം 1-2-27 സ്ഥിരീകരിക്കുന്നു. ശബ്ദത്തിലും ശരീരാന്തർഭാഗത്തും വായുവിലും ദഹനശക്തി രൂപത്തിൽ ഉദരത്തിലും ഭഗവാൻ വാണരുളുന്നു. ആഹാരദ്രവ്യങ്ങൾ 4 വിധമുണ്ട്. വിഴുങ്ങേണ്ടവ, ചവച്ചിറക്കേണ്ടവ, നക്കിക്കഴിക്കേണ്ടവ, വലിച്ചൂറ്റി കുടിക്കേണ്ടവ എന്നിങ്ങനെ ഇവയെല്ലാം ദഹിപ്പിക്കുന്ന ദഹനശക്തിയാണ് ഭഗവാൻ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.